ആലപ്പുഴയിൽ കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂട്ടാളിയും പിടിയിലായിരിക്കുന്നു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപി, ചെങ്ങന്നൂർ സ്വദേശി സലീഷ് മോൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിന്റെ ATM കാർഡാണ് നഷ്ടമായത്. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, ഒരു പഞ്ചായത്ത് അംഗമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കളഞ്ഞു കിട്ടിയ ATM ആണ് എങ്കിൽ പോലും അതുപയോഗിച്ച് കാശെടുത്തിരിക്കുകയാണ്. എത്ര രൂപയാണ് ഇവർ ഇങ്ങനെ അനധികൃതമായി അതിലൂടെ ATM കാർഡ് ഉപയോഗിച്ച് പിൻവലിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പൈസ മുഴുവൻ ഈ ഒരു ATM കാർഡിനുള്ളിലാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും തന്നെ നടക്കുന്നതും. അത്തരം ഒരു ATM കാർഡ് കളഞ്ഞു കിട്ടുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്നത് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകുക എന്നൊരു പ്രവൃത്തിയായിരിക്കും ചെയ്യുക. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം, അതായത് തിരുവണ്ടൂർ ഡിവിഷൻ അംഗമാണ്, BJPയുടെ തിരുവണ്ടൂർ ഡിവിഷൻ അംഗമാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സുജന്യ ഗോപി എന്നാണ് ഇവരുടെ പേര്. ഇവരും കൂട്ടാളിയും ചേർന്നാണ് ഈ ATMൽ നിന്ന് ഇപ്പോൾ പണം തട്ടിയിരിക്കുന്നത്. ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിൻ്റെ ATM ആണ് കഴിഞ്ഞ 14-ാം തീയതി നഷ്ടപ്പെടുന്നത്. ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സലീഷ് മോന് കളഞ്ഞു കിട്ടുകയായിരുന്നു. സലീഷ് മോൻ ഈ വിവരം സുജന്യ ഗോപിയെ അറിയിക്കുകയും ഇരുവരും ചേർന്നുകൊണ്ട് 15-ാം തീയതി ചെങ്ങന്നൂരിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, പാണ്ടനാട്, ബുധന്നൂർ, മാന്നാർ എന്നിവിടങ്ങളിലെ വിവിധ ATMകളിൽ നിന്നായി പണം തട്ടുകയായിരുന്നു. ഏകദേശം 28,000 രൂപയായിരുന്നു ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 25,000 രൂപയും ഇരുവരും ചേർന്ന് തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. ഈ കളഞ്ഞു പോയ പേഴ്സിനൊപ്പം, ഈ ATM കാർഡിനൊപ്പം ഈ ATMന്റെ പിൻ നമ്പർ കൂടി വിനോദ് എബ്രഹാം എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഈ എളുപ്പത്തിൽ ഈ തട്ടിപ്പ് നടത്താൻ സാധിച്ചത്. അതിനുശേഷം ഈ ATM കാർഡിൽ നിന്നും ഓരോ തവണ പണം പിൻവലിക്കുമ്പോഴും ഈ വിനോദ് എബ്രഹാമിന്റെ ഫോണിലേക്ക് ഈ ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ ലഭ്യമാകുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ വിനോദ് എബ്രഹാം ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത്. തുടർന്ന് ചെങ്ങന്നൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ATMൽ നിന്നുള്ള ദൃശ്യങ്ങളും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സലീഷ് മോനെ ഈ ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് സനീഷ് മോനെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടത്തിൽ സുജന്യ ഗോപി കൂടി ഉണ്ടെന്ന് അറിയുന്നത്. ഈ സുജന്യ ഗോപി ഈ പറയുന്നത് പോലെ തന്നെ BJPയുടെ പഞ്ചായത്ത് അംഗമാണ്, ചെങ്ങന്നൂർ ഡിവിഷനിലെ പഞ്ചായത്ത് അംഗമാണ്. ഒരു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇരുവരും ചേർന്ന് നടത്തിയിരിക്കുന്നത്. ഏകദേശം 25,000 രൂപയോളമാണ് ഈ ഒരു ATMൽ നിന്നും ഇവർ തട്ടിയെടുത്തത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമെല്ലാം തന്നെ ഈ BJP ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇവർ സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും ഒപ്പം തന്നെ പരാതി നൽകിയ വിനോദ് എബ്രഹാമിനെ ആദ്യഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും പിന്നീട് അനുനയ നീക്കത്തിലൂടെയും എല്ലാം പരാതി പിൻവലിക്കാനുള്ള ഒരു നീക്കവും നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കൂടിയും പോലീസ് ഈ കേസ് അന്വേഷണത്തിൽ നിന്നും പിന്മാറാൻ ഒട്ടും തയ്യാറായില്ല. തുടർന്ന് ഇരുവരുടെയും അറസ്റ്റ് ഏകദേശം രാത്രിയോടുകൂടി തന്നെ രേഖപ്പെടുത്തി. ഇരുവരും ഇപ്പോൾ നിലവിൽ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അറസ്റ്റിലാണ്. ഇവരുടെ ബാക്കി നടപടികൾ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായും ഇതൊരു പഞ്ചായത്ത് അംഗമായതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ നിലവിൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടിയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അറസ്റ്റ് ഉണ്ടായപ്പോൾ BJP ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ അടക്കമുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് തന്നെ ഇതൊരു രാഷ്ട്രീയമായ ഒരു സംഭവത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗത്തിൽ നിന്നും ഇവരെ നീക്കം ചെയ്യാൻ, ഇവരിപ്പോൾ ബ്ലോക്ക് അംഗമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനത്ത് നിന്നും ഇവരെ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് കൂടി തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്ന്.